2009 ഇന്ത്യയിലെ മഹാരാഷ്ട്ര പൂനെയിൽ സംഭവിച്ച ശരിക്കും ഹൃദയഭേദകമായ ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ IT മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. അതും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ദയവായി ഈ ഒരു വീഡിയോ അവസാനം വരെയും ഒഴിവാക്കാതെ കാണുക. നിങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോവുകയാണ്. നയന പൂജാരി എന്ന 28 വയസ്സുള്ള സ്ത്രീ കർണാടകയിലാണ് ജനിച്ചു വളർന്നത്. അഭിജിത്ത് പൂജാരി എന്നയാളുമായി വിവാഹം കഴിച്ച ശേഷം ജോലി കാരണങ്ങളാൽ അവർ പൂനെയിലേക്ക് താമസമായി. അവിടെ അവൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഇവർക്ക് അടുത്തിടെയാണ് വിവാഹം കഴിഞ്ഞത്. നയന പൂജാരിയുടെ ഒരു ജോലി സമയം എന്നത് വൈകുന്നേരം 7 മണിയോടുകൂടി ജോലി അവസാനിക്കും. പക്ഷേ ജോലി ചെയ്യുന്ന ആ സ്ഥലം, വീട്, ഇതിനിടയിൽ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫീസിൽ അവളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ഒരു ക്യാബ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ക്യാബിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. 2009 ഒക്ടോബർ മാസം 7 പതിവ് പോലെ അവളുടെ ജോലി അവസാനിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ദിവസം അവൾക്ക് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. 7 മണിക്ക് അവസാനിക്കുന്ന ജോലി അന്ന് ഒരു 8:30 അവസാനിച്ചപ്പോൾ ഭർത്താവിന് ഫോൺ വിളിച്ച് പറയുന്നു, ഇന്ന് എനിക്ക് കുറച്ചധികം ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു 1-2 മണിക്കൂർ വൈകുമെന്ന്. സാധാരണ അവൾ ക്യാബിലാണ് പോകാറുള്ളത്. എന്നാൽ ഇന്നത്തെ ദിവസം അവൾ വൈകിയത് കൊണ്ട് ബാക്കിയുള്ള എല്ലാ ക്യാബുകളും മറ്റുള്ളവരെ കൊണ്ടാക്കാനായി പോയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ പോകാമെന്ന് ചിന്തിച്ച് ഓഫീസിനോട് ചേർന്നുള്ള ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നു. ബസ് സ്റ്റാൻഡ് എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 8:38, 8:45 ഭർത്താവിനോട് 1-2 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പൊ 9:30, 10:30, 11 മണിയായി. ഭാര്യ വീട്ടിൽ തിരിച്ചെത്താതെ ആയപ്പോൾ ഭർത്താവ് അല്പം വിഷമിക്കാൻ തുടങ്ങി. ഉടനെ അവളുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചു നോക്കി. ഫോൺ നോട്ട് റീച്ചബിൾ ആണ്. വീണ്ടും കുറച്ച് മണിക്കൂറുകൾ അങ്ങനെ കടന്നുപോയി. അഭിജിത്തിന്റെ ഉത്കണ്ഠ കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹം തന്റെ എല്ലാ സുഹൃത്തുക്കളെയും കുടുംബ അംഗങ്ങളെല്ലാം വിളിച്ചറിയിച്ചു. അവർ നയന പൂജാരിയെ തിരയാൻ തുടങ്ങി. അവൾ യഥാർത്ഥത്തിൽ എവിടേക്കാണ് പോയതെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ രാത്രി ഏറെ വൈകി. ഇനിയും നമ്മൾ വൈകിക്കാൻ പാടില്ല. ഉടൻ തന്നെ ചെന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് നയന പൂജാരിയെ തിരയാൻ തുടങ്ങി. പോലീസ് ആ സമയത്ത് പോലും ഓഫീസിലേക്ക് പോകുന്നു. അവൾ ഓഫീസിൽ നിന്നും അവസാനമായി എത്ര മണിക്കാണ് പോയത്, എങ്ങനെയാണ് പോയത്, ഇങ്ങനെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ, ഈ ക്യാബ് കോർഡിനേറ്റർ എല്ലാവരോടും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ അവരെ അവസാനമായി ഒരു 8-8:15 കണ്ടത്, അപ്പോഴാണ് ഓഫീസിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ അന്ന് അവൾക്കൊരു ക്യാബ് ലഭ്യമല്ലാത്തതിനാൽ ഓഫീസിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാബുകളൊന്നും അവൾ ഉപയോഗിച്ചിട്ടില്ല. ഒരുപക്ഷെ മറ്റ് ബസ്സിലോ ഓട്ടോയിലോ അവൾ പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞത്. വീണ്ടും പോലീസ് അവളുടെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. റീച്ച് ആകുന്നില്ല. രാത്രി മുഴുവൻ തിരഞ്ഞിട്ടും എത്ര ശ്രമിച്ചിട്ടും ഒക്ടോബർ മാസം 8 ആ രാത്രി അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ 2009 ഒക്ടോബർ മാസം 9 പൂനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. കോളിൽ പറഞ്ഞത് രാജ് ഗുരുനഗർ എന്ന പ്രദേശം. ഈ വീട്ടിൽ നിന്നും കുറച്ചകലെയാണ് ആ ഒരു പ്രദേശമുള്ളത്. അത് ഒരു ഇടതൂർന്ന വനപ്രദേശമായിരുന്നു. ആ കാടിനുള്ളിൽ മുഖമെല്ലാം ചതയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു വിവരം. പോലീസ് ഈ വിവരം അറിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ വന്നത്, ഇതിനകം നയന എന്ന പെൺകുട്ടിയെ കാണാതായല്ലോ, അപ്പോൾ അവളുടെ ഭർത്താവിനെയും വിവരം അറിയിക്കാമെന്ന്. അങ്ങനെ ഭർത്താവിനെയും കൂട്ടി പോലീസ് ആ ഒരു വനത്തിലേക്ക് വരുന്നു. ആ സ്ത്രീയുടെ മുഖം പൂർണ്ണമായും ചതഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അയാൾക്ക് ഭർത്താവിനൊരു പരിധിവരെയും ആ സ്ത്രീയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അവൾ അവസാനമായി ധരിച്ചിരുന്ന വസ്ത്രം, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ യാതൊരു സംശയവുമില്ല, ഈ മരിച്ചു കിടക്കുന്നത് നയന പൂജാരി തന്നെ. അവളുടെ മരണം ആ കുടുംബത്തിൽ വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിച്ചു. അടുത്തിടെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ. ഭാര്യയുടെ വിയോഗം അദ്ദേഹത്തെ കൊണ്ട് അംഗീകരിക്കാനേ സാധിച്ചില്ല. ഇപ്പൊ പോലീസ് കുറ്റകൃത്യം നടന്ന സ്ഥലം മുഴുവനും പരിശോധിക്കുന്നു. അവളുടെ മുഖം ഒരു വലിയ കല്ല് കൊണ്ടാണ് ചതച്ചിട്ടുള്ളത്. അതിനർത്ഥം അവളെ ആരും തിരിച്ചറിയാൻ പാടില്ല എന്ന് കൊന്നവർ തീരുമാനിച്ചിരുന്നു. പിന്നീട് ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് അവളുടെ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവളുടെ ഫോൺ, ഹാൻഡ് ബാഗ്, എന്തിന് അവൾ അവസാനമായി ധരിച്ചിരുന്ന ആഭരണങ്ങൾ പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു കവർച്ചയ്ക്ക് വേണ്ടി ചെയ്ത കൊലപാതകമാണെന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തി. എന്നിരുന്നാലും നയന പൂജാരിയുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു, അവളുടെ മരണം എങ്ങനെയായിരുന്നു സംഭവിച്ചത്, ഇതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ അറിയാനും സാധിക്കൂ. അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഒരു 2-3 ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. ആ റിപ്പോർട്ട് നയന പൂജാരിയുടെ കുടുംബത്തെ മാത്രമല്ല, പൂനെ പോലീസിനെ മാത്രമല്ല, പൂനെയിലെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിപ്പിച്ചു. അവളെ ശ്വാസം മുട്ടിച്ചാണ് കൊന്നത്. എല്ലാറ്റിനുമുപരി അവളെ കൊല്ലുന്നതിന് മുൻപ് കൊലയാളി അവളോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. അതും ഒരാളല്ല, ആകെ 4 പേരാണ്. 4 പുരുഷന്മാർ അവളോട് തെറ്റായി പെരുമാറിയതിന്റെ ബയോളജിക്കൽ മെറ്റീരിയൽ പോലീസ് കണ്ടെത്തി. ആ ഓഫീസിൽ നിന്നും 8 മണിക്ക് തിരിച്ച നയന പൂജാരിക്ക് എന്താണ് സംഭവിച്ചത്? അവൾ വീട്ടിലേക്ക് പോകാനായി ആ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുമ്പോൾ പിന്നീട് അവൾക്ക് ജീവിതത്തിൽ നടന്ന വളരെ ക്രൂരമായ
നമുക്കൊരിക്കലും ഒട്ടും അംഗീകരിക്കാൻ പോലും കഴിയാത്ത ഒരു ക്രൂര കൃത്യത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. പോലീസ് അടുത്തതായി ഈ ഓഫീസിന് പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ആ ഏരിയയിലുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നു. ഭാഗ്യവശാൽ ആ ബസ് സ്റ്റോപ്പിന് എതിർവശത്ത് ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു CCTV ഉണ്ട്. അവളെ കാണാതായി അന്നത്തെ ദിവസം ആ ഒരു 7:30 മുതൽ 10:30 വരെയുള്ള എല്ലാ ദൃശ്യങ്ങളും അവർ നോക്കി. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായത്. സമയം ഒരു രാത്രി 8:30. അവൾ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ്. ഒരല്പസമയം കഴിഞ്ഞ് ഒരു വെളുത്ത കാർ അവൾക്ക് മുൻപിൽ വന്നു നിന്നു. മുൻപിൽ ഡ്രൈവർ ഇരിക്കുകയാണ്. കാറിന്റെ പിൻസീറ്റിൽ ഒരു 2 പേർ ഇരിക്കുകയാണ്. മൊത്തം ആ കാറിനുള്ളിൽ 3 പേർ. ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ബസ് സ്റ്റോപ്പിലെ നയന പൂജാരിയെ കാണുകയും കാർ നിർത്തുകയും ചെയ്തു. ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നയനയോട് സംസാരിക്കാനും തുടങ്ങി. ഇവരുടെ ഈ സംസാര രീതി, ആ ശരീരഭാഷ, ഇതെല്ലാം കാണുമ്പോൾ നയന പൂജാരിക്ക് ഡ്രൈവറെ നന്നായി തന്നെ അറിയാം എന്നാണ് തോന്നിയത്. ഏകദേശം ഒരു 2-3 മിനിറ്റ് അവർ സംസാരിച്ചു. തുടർന്ന് നയന പൂജാരി കാറിൽ കയറുന്നു. ആ കാർ ഒരു മിന്നൽ വേഗത്തിൽ ആ പ്രദേശം വിട്ടുപോയി. പോലീസിന് മനസ്സിലായി, ഒരു പക്ഷേ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം അവളുടെ മരണത്തിന് കാരണമെന്ന്. അങ്ങനെ ആ കാർ പിന്നീട് സഞ്ചരിച്ച റോഡുകളിലെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു. അപ്പോഴായിരുന്നു ആ കാറിന്റെ ലൈസൻസ് പ്ലേറ്റ് അവർക്ക് ലഭിച്ചത്. ആ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് പരിശോധിച്ചു. ആ കാർ യോഗേഷ് രാഥ് എന്ന ഒരു വ്യക്തിയുടേതാണ്. യോഗേഷ് നയന പൂജാരി ജോലി ചെയ്യുന്ന അതേ സോഫ്റ്റ്വെയർ കമ്പനിയിലെ ക്യാബ് ഡ്രൈവറാണ്. അപ്പോൾ യോഗേഷിനെ കണ്ടെത്തിയാൽ നയന പൂജാരിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊണ്ട് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ അയാളെ കാണാനായി വീട്ടിലേക്ക് ചെന്നപ്പോൾ അയാൾ 2-3 ദിവസമായി ഒളിവിലാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ പോലീസിന് തീർച്ചയായി ഈ ഒരു കൊലപാതകത്തിനും ഇവനും എന്തോ ഒരു ബന്ധമുണ്ട്, ശക്തമായൊരു ബന്ധം തന്നെയുണ്ട്. പോലീസ് അവനെ വലവേശി തിരയാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഡെബിറ്റ് കാർഡ് ആക്ടിവേറ്റ് ആയി. അതായത് അവളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വ്യത്യസ്ത ATMിൽ നിന്നും 61,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. അങ്ങനെ നയന മരിച്ച് ഒരു 8 ദിവസം കഴിഞ്ഞ് ഒക്ടോബർ മാസം 16-ാം തീയതി യോഗേഷ് രാഥ് എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിനക്കും ഈ ഒരു സ്ത്രീക്കും എന്താണ് ബന്ധം? നീ ഇവരെ കണ്ടിട്ടുണ്ടോ? നീയാണോ ഇവളെ അവസാനമായി ടാക്സിയിൽ കൊണ്ടുപോയത്? ഇപ്പോൾ അവൻ പറഞ്ഞത്, സർ, നിങ്ങൾ ഈ പറയുന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന പകുതിയിലധികം പേരെയും എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയുന്ന സ്ത്രീയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല എന്ന് യോഗേഷ് പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് അവർക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഈ വന്നു നിന്നത് നിന്റെ കാറാണ്. കാറിനുള്ളിൽ 2 പേരുണ്ട്. നീയാണ് അവളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയത്. അതിനുശേഷം ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു. ഈ തെളിവ് നിനക്ക് മതിയോ, അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും വേണമോ എന്ന് CCTV ദൃശ്യങ്ങൾ വെച്ച് ചോദിക്കുമ്പോൾ പിന്നെ അവൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മറ്റു മാർഗമൊന്നും ഇല്ലാതെ തൻ്റെ കൂടെ യാത്ര ചെയ്ത ആ 2 പേർ ആരാണ്, നയന കാർ കയറിയതിനു ശേഷം അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഓരോന്നായി അവൻ പറയാൻ തുടങ്ങി. 2009 ഒക്ടോബർ മാസം 7-ന് ഡ്യൂട്ടി കഴിഞ്ഞ് യോഗേഷ് തന്റെ ക്യാബുമായി പുറത്തിറങ്ങി. അപ്പോൾ അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന 2 പേരെ അവരുടെ വീട്ടിലേക്ക് വിടാനായി കൊണ്ടുപോയി. ഒരാളുടെ പേര് മഹേഷ്, അവൻ ആ ഓഫീസിലെ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്നു. മറ്റൊരാളുടെ പേര് വിശ്വാസ് എന്നാണ്, അയാളും അതേ ഓഫീസിൽ മറ്റൊരു ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്യുന്നു. അങ്ങനെ ആ ബസ് സ്റ്റോപ്പ് മുറിച്ചു കടക്കുമ്പോഴാണ് യോഗേഷ് ഈ നയനെ കാണുന്നത്. ഇവർക്ക് 2 പേർക്കും നന്നായി തന്നെ അറിയാം. അവളെ പലതവണ അയാൾ പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൗഹൃദപരമായ രീതിയിൽ അവളോട് ചോദിച്ചു, എന്താണ് മാഡം, എന്തിനാണ് നിൽക്കുന്നത് എന്ന്. അപ്പോഴാണ് നയന, എനിക്കിന്ന് ക്യാബ് മിസ്സായി, ബസ്സിനായി കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ഡ്രൈവർ, എനിക്ക് നിങ്ങളുടെ ഏരിയ നന്നായി അറിയാം, എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്, ഇവരെയും ഞാൻ ഡ്രോപ്പ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങളുടെ വീട് കഴിഞ്ഞാണ് ഇവരുടെ വീടുള്ളത്. നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. നയനയെ സംബന്ധിച്ചിടത്തോളം യോഗേഷ് എന്ന ഡ്രൈവറെ അവൾക്ക് വളരെ ദിവസമായി പരിചയമുള്ള ഒരാളാണ്. പിന്നിലുള്ള 2 പേർ, അവരെ 2-3 തവണ അവൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരല്ലേ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവൾ ആ കാറിൽ കയറി. എന്നാൽ ഇതായിരുന്നു നയന പൂജാരി അവളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. ഇതിനുശേഷം ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. കാർ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ നയന പൂജാരിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന റൂട്ട് നന്നായി തന്നെ അറിയാം. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാർ കുറുക്ക് വഴിയിലേക്ക് പോകുന്നു. നയന ചോദിച്ചു, എന്താണ് സംഭവിച്ചത് യോഗേഷ്, നീ എന്തിനാ ഈ വഴിക്ക് പോകുന്നത് എന്ന്. ഇല്ല മാഡം, 2 സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, രാജേഷ് എന്ന മറ്റൊരു സുഹൃത്തുണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അവനെയും എനിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കതിൽ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ
നയന ഇല്ല സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജേഷ് എന്നയാളെ പിക്ക് ചെയ്തു. അയാളും അതേ ഓഫീസിലാണ് സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുന്നത്. ആ സമയം വരെയും നയന പൂജാരിക്ക് യാതൊരു വ്യത്യാസവും തോന്നിയില്ല, ആരിലും യാതൊരു സംശയവും വന്നില്ല. എന്നാൽ ഈ രാജേഷ് എന്നയാൾ വണ്ടിയിൽ കയറിയതിനു ശേഷം സംഭവിച്ചത്, ഈ കാർ വീണ്ടും വളരെ വ്യത്യസ്തമായ ഇടതൂർന്ന വനപ്രദേശത്തേക്ക് പോയി. ഇപ്പോ നയന പൂജാരിക്ക് ഒരു സംശയം തോന്നി. യോഗേഷ്, നിങ്ങൾ വീണ്ടും തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് എന്നവൾ പറഞ്ഞു. ഇപ്പോൾ യോഗേഷിൽ നിന്നും മറുപടി ഒന്നും ലഭിച്ചില്ല. ഇപ്പോ നയന ഒരല്പം ടെൻഷനായി. യോഗേഷ്, നീ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ദയവ് ചെയ്ത് വണ്ടി നിർത്തൂ എന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടും യോഗേഷിൽ നിന്നും യാതൊരു പ്രതികരണം ഉണ്ടായില്ല. ഒരു ഘട്ടത്തിൽ നയന പൂജാരി ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇപ്പോ നീ കാർ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഈ കാറിൽ നിന്നും ചാടും, പിന്നെ ഞാൻ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ യോഗേഷ് ആ കാറിനെ കാടിനുള്ളിലേക്ക്, മനുഷ്യ സഞ്ചാരമേ ഇല്ലാത്തൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ തന്നെ നയന പൂജാരിക്ക് മനസ്സിലായി താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഈ 4 പേരും ആദ്യം ചെയ്തത് അവളെ കാറിൽ നിന്നും ഇറക്കിയ ശേഷം കത്തി മുനയിൽ നിർത്തി അവളുടെ എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചു. ഭീഷണിപ്പെടുത്തി ഡെബിറ്റ് കാർഡിന്റെ പിൻ നമ്പറും വാങ്ങുന്നു. പിന്നീട് ഈ 4 മനുഷ്യമൃഗങ്ങൾ ഓരോരുത്തരായി അവളോട് മോശമായി പെരുമാറി. അവളൊരു ഘട്ടത്തിൽ നിലവിളിച്ച് കരയാൻ തുടങ്ങി, ഒരു ഘട്ടത്തിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി, അവസാനം കരഞ്ഞ് കാലിൽ വീണ് യാചിക്കാൻ തുടങ്ങി, ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണം. പക്ഷേ കാമം ഈ 4 പേരുടെയും തലയ്ക്ക് കയറിയത് കൊണ്ട് തന്നെ ഇവളുടെ കരച്ചിലും നിലവിളികളും ഒന്നും അവരുടെ കാതുകളിൽ പതിച്ചതേയില്ല. 4 പേരും ഒരുമിച്ച് മാറി മാറി നയന പൂജാരി എന്ന സ്ത്രീയോട് വളരെ മോശമായി പെരുമാറി. എല്ലാം അവസാനിച്ച ശേഷം അവളെ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവളെ തിരികെ കൊണ്ടുപോവുകയാണെങ്കിൽ അവൾ തീർച്ചയായും നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും പോവുക, നമ്മളും ജയിലിലേക്ക് പോകും. അപ്പൊ പിന്നെ അത് വേണ്ട, കൊല്ലാം എന്ന തീരുമാനത്തിൽ 4 പേരും എത്തി. നയന പൂജാരിയുടെ കയ്യിൽ ഒരു കർച്ചീഫ് ഉണ്ടായിരുന്നു. അത് വെച്ച് തന്നെ അവളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. പിന്നീട് ആ മൃതദേഹം അതേ കാട്ടിൽ തന്നെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് 4 പേരും ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഒരു സംഭവം പൂനെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ആഘാതം തന്നെ ചെലുത്തി. ലോകത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലേ? നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് സ്ത്രീകൾക്ക് സുരക്ഷ ലഭിക്കുക എന്ന് പലയിടങ്ങളിലും ജനങ്ങൾ പ്രതിഷേധം നടത്താൻ തുടങ്ങി. ഇപ്പൊ പോലീസിനും കടുത്ത സമ്മർദ്ദമുണ്ടായി. ഈ 4 പേരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം ഈ 4 പേരിലും 4 വ്യത്യസ്ത കേസുകൾ ഫയൽ ചെയ്തു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 4 പേർക്കെതിരെയും ശക്തമായ തെളിവുകളുണ്ട്. എന്നാൽ ഈ 4 പേരിൽ അവസാനമായി ആ ക്യാബിൽ കയറിയ രാജേഷ് പറഞ്ഞത്, സർ, ഞാൻ ഈ കേസിൽ അപ്രൂവറായി മാറാം, സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, ഈ 3 പേർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ രാജേഷ് അപ്രൂവറായി മാറി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കേസിനെ സംബന്ധിച്ച് അതിലൊരു വിധി വരാൻ മാസങ്ങൾ, വർഷങ്ങളോളം എടുക്കും. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് ഈ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ കുറ്റവാളിയെ കരുതപ്പെടുന്ന ഈ യോഗേഷ് ജയിലിലുള്ളപ്പോൾ തന്നെ ഒരു ദിവസം അതോറിറ്റീസിനോട് പറഞ്ഞത്, എനിക്ക് ശരീരമാകെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന്. അങ്ങനെ അവനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചികിത്സ ശരിയാകാത്തത് കൊണ്ട് തന്നെ അടുത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നു. അവിടെ ചികിത്സയിലായിരിക്കുമ്പോൾ, സർ, എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം എന്നും പറഞ്ഞു. അങ്ങനെ ബാത്റൂമിലേക്ക് പോയി അവൻ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. നേരെ തന്റെ സഹോദരന്റെ അടുത്തേക്ക് പോയി. അവനിൽ നിന്നും പണം വാങ്ങി അവൻ പൂനെയിൽ നിന്നും രക്ഷപ്പെട്ടു. പോലീസ് അവനെ തിരയുകയാണ്. പക്ഷെ അവനിങ്ങനെ പല സ്ഥലം മാറി അവസാനം അമൃത്സറിലേക്ക് പോയി. ആദ്യ കുറ്റവാളി തന്നെ രക്ഷപ്പെട്ടത് കൊണ്ട് ഈ കേസും ഡിലേ ആകാൻ തുടങ്ങി. അമൃത്സറിൽ കഴിയുന്ന ഈ യോഗേഷിന് ഇതിനകം ഭാര്യയും മക്കളുമുണ്ട്. ഒരു ഘട്ടത്തിൽ അവൻ ഭാര്യയും കുഞ്ഞുങ്ങളെയും എല്ലാം മിസ് ചെയ്യാൻ തുടങ്ങി. ഒരേ ഒരു തവണ ചെന്ന് കുടുംബത്തെ കണ്ടിട്ട് വരാം എന്ന് കരുതി പൂനെയിലേക്ക് വന്നവൻ ഭാര്യയെ കാണുന്നു, മക്കളെ കാണുന്നു, ചില ദിവസം അവരോടൊപ്പം കഴിയുകയും ചെയ്യുന്നു. പിന്നീട് അമൃത്സറിലേക്ക് തന്നെ തിരികെയും പോകുന്നു. ഇപ്പൊ അവൻ ചിന്തിക്കുകയാണ്, ഇത് കൊള്ളാലോ, പൂനെയിലേക്ക് ഞാൻ ഒരു തവണ പോയി, പോലീസിനെ കണ്ടെത്തിയതേ ഇല്ല. അതുകൊണ്ട് അവൻ ഡെയിലി ഭാര്യയുമായി ഫോൺ സംസാരിക്കാൻ തുടങ്ങി. ഇക്കാര്യം പോലീസ് അറിയുന്നു. പോലീസ് അവന്റെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്തു. അവൻ എവിടെയാണെന്ന് കണ്ടെത്തി അമൃത്സറിൽ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്തു. എങ്കിലും ഈ കേസ് ഇങ്ങനെ നീണ്ട് അവസാനം 2017 ഈ കേസിന്റെ വിധി തന്നെ വരുന്നത്. വിധിയിൽ പറയുന്നത്, ഇവർ തട്ടിക്കൊണ്ടുപോയി കൊന്ന കേസിൽ ഈ 3 പേരും കുറ്റവാളികളാണ് എന്ന് സ്ഥിരീകരിച്ചു. കോടതി അവർക്ക് 3 പേർക്കും വധശിക്ഷ വിധിച്ചു. ഇതിൽ അപ്രൂവറായ ഈ രാജേഷിന് ഒരു ചെറിയ ശിക്ഷ പോലും നൽകാതെ അവനെ റിലീസ് ചെയ്തു. ഈ ആദ്യ 3 പേർക്കും ലഭിച്ച വിധി ഇത് ജനങ്ങൾക്ക് വലിയ സന്തോഷമായി. അവർ ആ വിധി സ്വാഗതം ചെയ്തു. എന്നാൽ അവസാനത്തെ ഒരാൾക്ക് അപ്രൂവറായി മാറിയ അവൻ അപ്രൂവർ ആയാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരും ചെയ്ത അതേ തെറ്റ് തന്നെ അവനും ചെയ്തിട്ടുണ്ട്. അവന് ഒരു കുറഞ്ഞ ശിക്ഷ ജീവപര്യന്തമെങ്കിലും നൽകേണ്ടതല്ലേ? എന്നാൽ അവനെ നിരപരാധിയാണെന്ന് വിട്ടയച്ചതിൽ ജനങ്ങൾക്കിടയിൽ വലിയ കോപവും വെറുപ്പും സൃഷ്ടിച്ചു. ബാക്കി 3 പേർ അവരുടെ വധശിക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴും ജയിലിൽ കാത്തിരിക്കുകയാണ്.
ഇന്നുവരെയും അവരുടെ ശിക്ഷ നടപ്പിലാക്കിയിട്ടേ ഇല്ല. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളിൽ എത്ര പേരായിരിക്കും ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്? ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഏറെ വൈകി വീട്ടിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ടാകും. ഇപ്പൊ ഈ ഒരു പെൺകുട്ടി അതുപോലെ ജോലിക്ക് പോയതാണ്. ഒരുപാട് ദിവസം ഒരുപക്ഷെ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് അവൾക്ക് ഒരു പുതിയ കാര്യം പോലെ തോന്നിയില്ല. പക്ഷെ തൻ്റെ ജീവിതം ഈ ഒരു രീതിയിൽ അവസാനിക്കുമെന്ന് അവൾ സങ്കല്പിച്ചു പോലും നോക്കിയിട്ടുണ്ടാകില്ല. എത്ര ദിവസം ആ ഒരു മനുഷ്യൻ അവളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാകും? അയാളെ വിശ്വസിച്ചല്ലേ അവൾ ആ കാറിൽ കയറിയത്. അതുകൊണ്ട് ഈ ഒരു സംഭവം IT മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കിടയിൽ വലിയൊരു പരിഭ്രാന്തി തന്നെ സൃഷ്ടിച്ചു. പലരും പിന്നീട് ക്യാബിലൊക്കെ പോകാൻ തന്നെ ഭയപ്പെട്ടു. പലരും അവിടെയുള്ള ജോലി നിർത്തി പോവുക തന്നെ ഉണ്ടായി. സമാനമായ സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന് കരുതി നമുക്ക് വീട്ടിലിങ്ങനെ അടച്ചുപൂട്ടി ഇരിക്കാനും സാധിക്കില്ല. ജോലിക്ക് പോകേണ്ടതുണ്ട്, സമ്പാദിക്കേണ്ടതുണ്ട്, ജീവിതം ആസ്വദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി, ജോലി ആവശ്യത്തിനായിക്കോട്ടെ, മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആയിക്കോട്ടെ, വളരെ നേരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി അല്ലെങ്കിൽ ഏറെ വൈകി വീട്ടിലേക്ക് വരുന്നവർ ഒരുപാട് പേരുണ്ടാകും, സ്ത്രീകൾ. ഇവർക്ക് വേണ്ടി ഞാൻ ചില ടിപ്സുകൾ തരാൻ ആഗ്രഹിക്കുകയാണ്. ചിലർക്കൊന്നും ഒരുപക്ഷെ ഈ ടിപ്സ് അല്ലെങ്കിൽ ഉപദേശമൊന്നും ഇഷ്ടപ്പെടില്ല. അവർക്ക് ഇപ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ചിലർക്കെങ്കിലും സഹായകമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം, ട്രസ്റ്റഡ് ആയിട്ടുള്ള ക്യാബ് സർവീസസ് ഒക്കെ എടുക്കുക. ഓല, ഊബർ പോലുള്ള സർവീസുകൾ. ഇതിലും പല ക്രൈമുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറഞ്ഞത് റെക്കോർഡെങ്കിലും ഉണ്ടാകും. നിങ്ങൾ ആരുടെ കൂടെ പോയി, ഏത് ടാക്സിയിൽ പോയി എന്നുള്ള ഒരു റെക്കോർഡെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് ആ സമയങ്ങളിൽ, ഈ രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഓട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാക്സി സർവീസ് ഇതൊന്നും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അടുത്തത്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വണ്ടിയിൽ തന്നെ കയറി, ഇപ്പോൾ ഈ ഊബർ, ഓല അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിയാൽ പോലും ആ റൈഡ് ഇൻഫോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഏത് ടാക്സിയിലാണ് വരുന്നത്, ടാക്സി ഡ്രൈവറുടെ പേരെന്താണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ പോലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ പോലീസിന് നിങ്ങളുടെ ലൊക്കേഷൻ കറക്റ്റായി ട്രേസ് ചെയ്യാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നത് എങ്കിൽ എപ്പോഴും മുൻ സീറ്റ് നിങ്ങൾ പ്രിഫർ ചെയ്യരുത്. പിന്നിലുള്ള സീറ്റിൽ ഇരിക്കുക. 99% സ്ത്രീകൾ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ പിൻ സീറ്റാണ് തിരഞ്ഞെടുക്കുക. എങ്കിൽ പോലും ഒന്ന് പറയുകയാണ്, ചിലരൊക്കെ വളരെ സോഷ്യലൈസ്ഡ് ആയിരിക്കും. കാഷ്വലായി ഡ്രൈവറുമായി സംസാരിച്ചു വരാമെന്നൊക്കെ കരുതി മുൻ സീറ്റിൽ ഇരിക്കും. സത്യത്തിൽ അത് അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷനിലേക്ക് കൊണ്ടുപോകും. എപ്പോഴും ഈ ടാക്സിയിലൊക്കെ പിൻ സീറ്റ് തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യുക. അടുത്തത്, പേഴ്സണൽ ആയിട്ടുള്ള ടോക്സുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ പോവുകയാണ്, അങ്ങനെയാണെങ്കിലും ഡ്രൈവറുമായുള്ള ഒരു അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞു പോയി എന്നിരിക്കും. അത് നിങ്ങളുടെ ആപത്തിൽ അവസാനിക്കാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ എല്ലാ ഡ്രൈവേഴ്സിനെയും തെറ്റായ ഡ്രൈവേഴ്സ് എന്ന് ചിത്രീകരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു പക്ഷേ നല്ലവരും ഉണ്ടാകാം, മോശം ആളുകളും ഉണ്ടാകാം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ ജനറലായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഈ വണ്ടിയിലൊക്കെ കയറി ചിലർ ഒന്നുകിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും. ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ആ റൈഡ് ശരിയായ ഡയറക്ഷനിലേക്ക് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഇനി പാട്ട് കേട്ട് വരികയാണെങ്കിൽ പോലും അത് റിസ്ക് ആണ്. നമ്മൾ കാതിലൊക്കെ എയർബഡ്സ് വെച്ച് വളരെ ശബ്ദത്തിൽ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചുറ്റും എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് മനസ്സിലാകില്ല. നമ്മുടെ ഈ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ആകും. ഒരുപക്ഷെ തൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ഡ്രൈവർ മറ്റാരെങ്കിലും വിളിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നത് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഫോൺ കോൺവെർസേഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഡ്രൈവർ കേട്ടത് ക്യാപ്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഡ്രൈവറുടെ കാര്യമല്ല, ഇനി അടുത്ത് യാത്ര ചെയ്യുന്ന താൻ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇപ്പോൾ അമ്മയോട് സംസാരിക്കുകയാണ്. അതെ അമ്മേ, ഞാൻ ഇപ്പോഴാണ് ഇറങ്ങിയത്, വൈകാൻ കുറച്ച് ലേറ്റ് ആകും, വീട്ടിലാണെങ്കിൽ ഭർത്താവുമില്ല, ഇനി പോയി വേണം ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ, ഞാൻ ഒറ്റയ്ക്കാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിൽ എന്തുമാത്രം ഇൻഫർമേഷൻസ് ആണ് ആ ഡ്രൈവർക്ക് കിട്ടുക? വീട്ടിലാരുമില്ല, ഒറ്റയ്ക്കാണ്, ഭർത്താവില്ല, അമ്മയില്ല. അപ്പോൾ പിന്നെ നല്ലൊരു സാഹചര്യം. ഇതുവരെയും തെറ്റ് ചെയ്യണം എന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനെയുള്ള ടിപ്സുകൾ അറിയുമ്പോൾ, ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിനുള്ളിലെ ആ മോശമായ ചിന്ത പുറത്തു വന്നു എന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മളായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തത്, ഈ ലേറ്റ് നൈറ്റ് നിങ്ങൾ ഒരു ഡ്രൈവറെ വിശ്വസിച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയായ റൂട്ടിലൂടെയാണോ യാത്ര ചെയ്യുന്നത് എന്നറിയാൻ ആ റൂട്ട് ട്രാക്ക് ചെയ്യാം. ഡ്രൈവർക്ക് ഒരു മാപ്പ് ഉണ്ടാകും, അയാളത് യൂസ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ യാത്ര തിരിക്കുന്നത് മുതൽ ഒരു ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം. നിങ്ങൾ ആ മാപ്പ് ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ ആ ക്യാബ് ശരിയായ കൃത്യമായ സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. മറ്റേതെങ്കിലും റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അലേർട്ട് ചെയ്യാനുള്ള സമയം ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തത്, ഇനി നിങ്ങൾ ആ വണ്ടിയിൽ കയറി, നിങ്ങൾക്ക് ഡ്രൈവറിൽ എന്തോ ഒരു സംശയം വരികയാണ്. അപ്പോൾ നിങ്ങളൊരു ഫേക്ക് കോൾ ചെയ്യുക. ആരോടെങ്കിലും സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക.
ഉദാഹരണത്തിന് ഞാൻ ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ എത്തി, ഞാൻ അവിടെ എത്തി, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, ഇവരുടെ ഈ ലൊക്കേഷൻസ് ഒക്കെ മറ്റൊരാളുമായി ഷെയർ ചെയ്യുന്നുണ്ട്, അവർക്കായി മറ്റാരോ വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പെൺകുട്ടി എന്തെങ്കിലും ചെയ്താൽ നമ്മെ ട്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ക്രൈം ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ പോലും അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ ഒരു ഫേക്ക് കോൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകും, എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോവുകയാണ് എന്നൊരു ചിന്ത. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്ത തോന്നില്ല, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ സ്ത്രീകൾക്കാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എപ്പോഴും അങ്ങനെയുള്ള ചിന്തകൾ തോന്നാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ തോന്നും. 99% അത് ശരി തന്നെ ആയിരിക്കും. നമ്മൾ കണ്ട പല കേസുകളിൽ ഇതാണ്. പലർക്കും അങ്ങനെ തോന്നും, ഈ സാഹചര്യം ശരിയല്ല, എന്തോ തെറ്റായി സംഭവിക്കാൻ പോവുകയാണ്, താനൊരു അപകടത്തിലാണ് എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ അവർ ആ സാഹചര്യം ശരിയായി പ്രയോജനപ്പെടുത്തിയില്ല. അവർക്ക് തോന്നിയ ചിന്ത അവർ കാര്യമാക്കിയില്ല. അവസാനം മരണത്തിൽ ചെന്നാണ് അവർ അവസാനിച്ചത്. എത്ര കേസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തെറ്റായി ഫീൽ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഫേക്ക് കോൾ ചെയ്യുക. അടുത്ത കാര്യം, ക്യാബിൽ കയറുന്നതിന് മുൻപ് നിങ്ങൾ ആ ക്യാബിനൊന്ന് ഫോട്ടോ എടുക്കുക. അതും ആ ഡ്രൈവർ കാണുന്നത് പോലെ, അതിപ്പോൾ ക്യാബ് ആയാലും ശരി, ഓട്ടോ ആയാലും ശരി, മറ്റേതെങ്കിലും വാഹനമായാലും, ബസ്സൊക്കെ അല്ല പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് രാത്രിയിൽ ഒരാളെ വിശ്വസിച്ച് യാത്ര ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു സാഹചര്യത്തെയാണ് പറയുന്നത്. അപ്പോൾ ആ വണ്ടിയെ നിങ്ങളൊന്ന് ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യേ വേണ്ട, ഷെയർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഡ്രൈവർക്ക് മനസ്സിലാകും, ഇപ്പോൾ നമ്പേഴ്സ് എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ട്, ആർക്കും അയക്കാൻ പോവുകയാണ്, അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്താൽ അകപ്പെടും. ഇങ്ങനെ ആ ഡ്രൈവർക്ക് തന്നെ ഒരു ഭയം വന്ന് ഒരു പക്ഷേ അവിടെ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു നമ്പർ, എമർജൻസി നമ്പർ. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ ആദ്യം ആരായിരിക്കും കോൺടാക്ട് ചെയ്യുക? അച്ഛൻ, അമ്മ, സഹോദരൻ, ഭർത്താവ്, ഇങ്ങനെ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവരുടെ നമ്പർ ഡയൽ ചെയ്ത് റീസൺ ഡയൽ ലിസ്റ്റിൽ എപ്പോഴും ഇട്ടിരിക്കുക. ഒരു പക്ഷേ നമുക്കൊരു എമർജൻസി സാഹചര്യമായിരിക്കും, നമുക്ക് ലഭിക്കുന്ന ഒരു 5 സെക്കൻഡ്സ് മാത്രമായിരിക്കും. 5 സെക്കൻഡിൽ ഈ കോൺടാക്ട്സ് ഒക്കെ ഇങ്ങനെ തിരിഞ്ഞു പിടിച്ചിരിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ എമർജൻസി നമ്പർ എപ്പോഴും റീസൺ ഡയൽ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതെപ്പോഴും നിങ്ങൾക്കൊരു സഹായകമായി തന്നെ മാറും. അതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നല്ല, ഏത് സാഹചര്യവും ആയിക്കോട്ടെ. ഇനി അടുത്ത കാര്യം, ചില സമയങ്ങളിൽ ഈ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഡ്രൈവർ ആ മിററിലൂടെ നമ്മെ തെറ്റായി നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്നതിൽ ചില കോൺവെർസേഷനിൽ നമുക്ക് ചില ബാർഗെയിനിങ് ഒക്കെ സംഭവിക്കാം, ചില ആർഗ്യുമെന്റ്സ് അവിടെ സംഭവിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡ്രൈവർ തെറ്റായി എന്തെങ്കിലും സംസാരിച്ചാൽ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു നോട്ടം, ഈ ക്യാഷിന് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, ഈ സമയങ്ങളിലൊന്നും ആർഗ്യുമെന്റ് ചെയ്യാൻ പാടില്ല. ഏതൊരു കാരണം കൊണ്ടും ആ സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്കാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം ശരിക്കും അയാൾ ഏത് മൂഡിലാണെന്ന് പോലും അറിയില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് അയാൾക്ക് ദേഷ്യം ഉണ്ടാകാൻ കാരണമായേക്കാം. അങ്ങനെ ദേഷ്യമുണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക? ചിലരൊക്കെ അത് വളരെ ഈസിയായി എടുക്കും, പക്ഷെ ചിലർ അത് ഒരു പ്രതികാരം ചെയ്യണമെന്ന ചിന്തയിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ വീണ്ടും സ്റ്റോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ വീട്ടിൽ ഇറക്കി വിട്ടേക്കാം, എങ്കിൽ പോലും വീട് അഡ്രസ് അവർ നോക്കി വയ്ക്കും. പിന്നീട് നിങ്ങൾക്കതൊരു അപകടത്തിലേക്ക് തന്നെ നയിച്ചേക്കാം. ഇതിപ്പോൾ ഒരാൾക്ക് മാത്രം പറഞ്ഞല്ല, എല്ലാവരും ഇത് കോമൺ ആയി തന്നെ പിന്തുടരുക. ഈ ക്യാബ് ഡ്രൈവേഴ്സ് ആരുമായും ആർഗ്യുമെന്റ് ചെയ്യരുത്. പല കേസുകൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട് അവർക്ക് നന്നായി തന്നെ അറിയാം. ചിലർ ഇത് നോർമലായി കണ്ട് വിട്ടേക്കും, പക്ഷെ ചിലർ അങ്ങനെ ചെയ്യില്ല. ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യം, ഒരു പക്ഷേ ചിലർക്ക് ഹേർട്ട് ആയേക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞങ്ങൾക്ക് ഇട്ടുകൂടെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ ചോദിക്കാം. തീർച്ചയായും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ആ സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറുക. നമ്മൾ ധരിക്കുന്ന ചില ഇൻഅപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അങ്ങനെ ഒരു വസ്ത്രം ഒരു പക്ഷേ ഡ്രൈവർക്ക് അല്ലെങ്കിൽ കൂടെ വരുന്നവർക്ക് ഒരു തെറ്റായി ചിന്ത ഉണർത്താൻ കാരണമായേക്കാം. എന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത തോന്നിപ്പിക്കും. ഈ പറയുന്നത് ഒറ്റയ്ക്ക് വരുമ്പോൾ, രാത്രി സമയങ്ങളിൽ വരുമ്പോൾ, അങ്ങനെയുള്ള സമയങ്ങളിലാണ്. ഇപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബമുണ്ട്, മറ്റാരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ രാവിലെയാണ്, ഈ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ സാഹചര്യം മനസ്സിലാക്കി പെരുമാറേണ്ടതുമുണ്ട്. പക്ഷേ ഇവിടെയും സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രം ധരിക്കാവോ? പുരുഷന്മാരുടെ നോട്ടത്തിനാണ് പ്രശ്നം, അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ശരിയല്ലാത്തത്. ഇങ്ങനൊരു കോൺവെർസേഷനിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ധരിക്കുന്ന വസ്ത്രധാരണം, സാഹചര്യം, ഇതെല്ലാം നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഒരു പക്ഷേ രാത്രി ഒറ്റയ്ക്ക് വരികയാണ്, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഇല്ല, ഒറ്റയ്ക്ക് കാറിൽ യാത്ര ചെയ്യുകയാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെയുള്ള ചില വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ അതിന് മുകളിൽ എന്തെങ്കിലും സ്കാർഫ്, ഷോൾ എന്തെങ്കിലും ധരിച്ചാൽ കാണുന്നവർക്ക് തെറ്റായ ചിന്ത വരാതിരിക്കാനും സാധ്യതയുണ്ട്. പകലിൽ ഓക്കെ, രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെയും എല്ലാ പുരുഷന്മാരെയും മോശക്കാരെന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാവരും നല്ലവരെന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കേണ്ടതായി വരും. ഇനിയും നമ്മുടെ സംരക്ഷണത്തിനായി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
എപ്പോഴും നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. പെപ്പർ സ്പ്രേ, പെപ്പർ ജെൽ പോലുള്ളവയൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇവ നിങ്ങൾക്ക് വലിയൊരു പ്രയോജനകരമായി തന്നെ മാറും. ഇതിനുമപ്പുറം ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, അതും രാത്രി സമയങ്ങളിൽ. ഈ എല്ലാ പുരുഷന്മാരും ആഭരണത്തിന് വേണ്ടി, സ്വർണത്തിന് വേണ്ടി കൊല്ലും, തട്ടിക്കൊണ്ടുപോകും എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാനും ഒരു സാധ്യതയുണ്ട്. ഇതിനെല്ലാം അപ്പുറം അവസാനമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അത് സ്ത്രീ ആയിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നാലും എല്ലാവർക്കും ഇത് ബാധകമാണ്. ഷൗട്ട് ഫോർ ഹെൽപ്പ്. ആരെങ്കിലും ഇപ്പം നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഭയത്തിൽ മരവിച്ചു പോകും. നമുക്കപ്പോൾ എന്ത് ചെയ്യണമെന്നേ മനസ്സിലാകില്ല. ആ സമയം ചെയ്യേണ്ടത്, നമുക്കൊരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, അപകടം സംഭവിക്കുമെന്നറിയുന്ന അടുത്ത സെക്കൻഡ് തന്നെ, അല്ലെങ്കിൽ അടുത്തൊരു 5 സെക്കൻഡ്, അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. ആ 5 സെക്കൻഡ് ആയിരിക്കും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത്. അതായത് വളരെ ശക്തമായി തന്നെ വലിയ ഒച്ചയിൽ നിലവിളിച്ച് സഹായത്തിനായി ആരെങ്കിലും വിളിക്കണം. രക്ഷിക്കണം, രക്ഷിക്കണമെന്ന് നിങ്ങളെ കൊണ്ട് എത്രത്തോളം ശബ്ദം പുറത്തെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നിലവിളിച്ച് ശബ്ദമുയർത്തി സഹായം ചോദിക്കണം. ചുറ്റുമുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ കയ്യിൽ അകപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ഒരുപക്ഷെ നിങ്ങളെ അവർ വിട്ടയക്കാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഇത് ശ്രദ്ധിക്കണം. പ്രധാനമായും കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർ ഭയപ്പെട്ട് അവരങ്ങനെ നിന്ന് കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും ഇതങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും മോശമായി പെരുമാറാൻ ശ്രമിക്കുകയാണ്, എന്തെങ്കിലും തെറ്റായി സംഭവിക്കാൻ പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നിലവിളിച്ച ആളുകളെ കൂട്ടുക. അത് കുട്ടികൾക്ക് നിങ്ങൾ മാക്സിമം പറഞ്ഞു കൊടുക്കുക. ഞാനീ പറഞ്ഞ ചെറിയ ടിപ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, സ്ഥലത്തിൽ വലിയൊരു ഉപകാരമായി തന്നെ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവയെല്ലാം നിങ്ങൾ മനസ്സിൽ തന്നെ വച്ചിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനൊരു സാഹചര്യം നിങ്ങൾക്ക് ക്രോസ് ചെയ്യേണ്ടതായി വരും. ഒരിക്കലും ഇതൊന്നും വരില്ല എന്ന് പറയാനേ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്കാക്കപ്പെടും. അപ്പോൾ ഞാനീ പറയുന്ന ഈ ടിപ്സുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. അങ്ങനെ ഓടിയെത്തിയാൽ തീർച്ചയായും നിങ്ങൾക്കത് ഉപയോഗപ്രദമായി തന്നെ മാറും. ഈ നൈന പൂജാരിയുടെ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാനായി നിങ്ങൾ ചെയ്യേണ്ടത് വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.